ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണു കൊണിതാതൃതാനനേന്തോ മമ വാജി വിജൃംഭതാം മുരാരേ മധുരിം നഃ കണികാപി കാപി കാപി. മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം പ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയ ജീവിതം. വന്ദേ മദനഗോപാലം രാസലീലാ സമുദ്യതം യമുനാ പുളിനാവാസം ഗോപീ ജനസമാവൃതം. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. മാധുര്യമേറിയതായിട്ടുള്ള ദശമസ്കന്ധം, അതിലും ഉള്ള മാധുര്യമേറിയതായിട്ടുള്ള ഗോപികാഗീതം, ഭക്തിയുടെ ആർദ്രഭാവം എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള ഗോപികമാര്, ആ ഗോപികമാര് യഥാർത്ഥമായിട്ടുള്ള ആനന്ദത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ തന്നിൽ നിന്നും വിട്ടുപോകുമ്പോൾ ഉള്ള ഒരു വേദന, നമുക്ക് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവര് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബന്ധമായിട്ടുള്ളവര് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള, ഇല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ഉള്ള ഒരു അവയവം ഒന്ന് നമ്മളിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള വേദന എത്രയാണോ, അതുപോലെയാണ് ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണഭാവം. അവരുടെ ഉള്ളിൽ നിന്നും ആ ഒരു ഭാവം അവരിൽ നിന്ന് മറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു പൊള്ളല് അവരെ ബാധിച്ചിരിക്കുന്നു. ഹേ കണ്ണ, ഞങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം? എന്തേ നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഓടി വന്നതായിട്ടുള്ള ആ ഒരു തന്മയീഭാവം, തന്മനസ്ക തദാലാപ തദ്വിജേഷ്ട എന്നുള്ള രീതിയിൽ ഏത് സമയവും ഞങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു ആർദ്രഭാവമുണ്ട് കണ്ണ. അത് ഇന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കൂ, അശുദ്ധമായാലും ഇത്തിയായാലും പേരാലായാലും മാൻപേടകളാണെങ്കിലും മയിലുകളാണെങ്കിലും പുഴുക്കളാണെങ്കിലും പുൽച്ചാടികളാണെങ്കിലും അവർക്കൊക്കെ എത്ര കണ്ട് ആനന്ദിക്കാൻ സാധിക്കുന്നു. ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ആ ഒരു ഭാവത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിക്കുന്നില്ല. എന്തേ, ഞങ്ങൾക്ക് അതിനുള്ള അർഹത ഇല്ലാഞ്ഞിട്ടാണോ എന്ന് അവരുടെ മനസ്സ് നീറി 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 പാടുന്ന ഒരു ഗീതമാണ് യഥാർത്ഥത്തില് ഈ ഗോപികാഗീതം. മനസ്സ് നീറിക്കൊണ്ടാണ് അവര് ഓരോരോ ചോദ്യങ്ങള്, ഓരോരോ സംബോധനകൾ പോലും അവിടെ ഏത് രീതിയിലാണ്. ഒരിക്കലും അവർക്ക് കണ്ണനെ മുമ്പിൽ വന്ന് കാണണമെന്നോ ആലിംഗനം ചെയ്യണോ ഇതൊന്നുമല്ല. കണ്ണൻ ആരാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഗോപികമാർക്കറിയാം. എല്ലാവരുടെയും ഉള്ളില് നിറഞ്ഞു നിൽക്കുന്ന കണ്ണനെ ഇനി എവിടെയാണ് കണ്ണൻ ഇല്ലാത്തൊരു സ്ഥലം എന്നുള്ളതാണ്. പക്ഷെ എല്ലായിടങ്ങളിലും ഈ ഒരു ഭാവം എല്ലാവർക്കും അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രം എന്തേ കണ്ണ ആ ഒരു ഭാവം ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാത്തത്? അവിടെ പറയണം എന്നുള്ള രീതിയിലാണ് ഇന്നലെ നമ്മള് 6-ാമത്തെ ശ്ലോകം വരെ വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയധ്വംസനസ്മിത ഭജസഖേ ഭവൽ കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയ. ഓരോരോ തൻ്റെ അഹങ്കാരങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ കണ്ണൻ ഇത്ര കണ്ട് സ്വാതന്ത്ര്യമായിട്ട് ഞങ്ങൾ എന്താവശ്യപ്പെട്ടാലും അത് അവിടുന്ന് നിവർത്തി തരുന്നു. കാരണം എന്താണ്?
എന്റെ ഗോപികളെ സംബന്ധിച്ചിടത്തോളം നമേ ഭക്ത പ്രണശിതി അല്ലെ, അഹം ഭക്തപരാധീനോ എന്ന് ഭഗവാൻ എപ്പോഴും, ഞാൻ എപ്പോഴും എന്താണ്, ഭക്തന്മാരാണ് എന്നെ കൊണ്ട് നടക്കുന്നത്. അവിടെ ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഈശ്വരന്റെ സ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ ഭക്തന്മാര് അവരുടെ ഹൃദയത്തിൽ ആ ഹൃദയ കവാടങ്ങളിൽ ഇട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ് അവിടെ. എനിക്ക് എവിടെ പോകാൻ സാധിക്കും? എനിക്ക് എവിടെയും പോകാൻ സാധിക്കില്ല. അപ്പോ കണ്ണ വ്രജജനാർത്ഥി, ഈ വ്രജത്തിന്റെ എല്ലാ ദുഃഖങ്ങളെയും തീർക്കുന്നതാണെന്നുള്ളതാണല്ലോ നീ പറയുന്നത്. അതുകൊണ്ടല്ലേ നിന്നെ എല്ലാവരും അല്ലെ അവിടുന്ന് സ്നേഹിക്കുന്നതും ഒക്കെ. അങ്ങനെയാണെങ്കിൽ ആ വ്രജത്തിലെ ആൾക്കാരെ ഞങ്ങളും അതിനകത്ത് ഉൾപ്പെടില്ലേ കണ്ണ? പിന്നെ എന്തേ ഞങ്ങൾക്ക് മാത്രം ഈ ഒരു ഭാവം വരാത്തത്? ഭജസഖേ ഭവൽക്കിങ്കരീസ്മനോ, നിന്റെ ദാസികളല്ലേ ഞങ്ങള്, എന്നും നിന്റെ പാദങ്ങളിൽ ചരണരേണുക്കളിൽ വീണ് നമസ്കരിക്കുന്നവരല്ലേ ഞങ്ങള്. ഈ ദാസികളായിട്ടുള്ള ഞങ്ങൾക്ക് എന്തേ കണ്ണ ആ ഒരു ഭാവം ഞങ്ങൾക്ക് കിട്ടാത്തത്? ഇനി ഞങ്ങളുടെ ജന്മത്തിന്റെ ദോഷമാണോ അറിയില്ല. എങ്കിൽ പോലും കണ്ണൻ ഇവിടെ ഈ വ്രജത്തിൽ വന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ, വ്രജത്തിലാണ് എങ്കിൽ തീർച്ചയായിട്ടും വ്രജത്തിലെ എല്ലാ ആർത്തികളെയും മാറ്റുന്നതല്ലേ കണ്ണ? അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങ് വന്ന് ഞങ്ങളെ ആലിംഗനം ചെയ്യണമെന്നോ അധരാമൃതം തരണമെന്നോ ഒന്നും ഞങ്ങൾക്ക് മോഹമില്ല. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രാകൃതമായിട്ടുള്ള തൻ്റെ ഒരു കാമം ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞങ്ങള് എന്താണ്, ഏതിലൂടെയാണ് കണ്ണനെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇരുത്താൻ സാധിക്കുന്നതെന്ന് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു ഒന്ന് അനുഗ്രഹിച്ചോളാൻ. ഇനി ആ അനുഗ്രഹവും വേണ്ട, ഇനി അങ്ങ് ഞങ്ങളെ വന്ന് അടുത്ത് വന്ന് അനുഗ്രഹിക്കണ്ട. ദൂരെയെങ്കിലും നിന്ന് കണ്ണ ആ പുഞ്ചിരി ഒന്ന് കാണാൻ. എല്ലാവരുടെയും ദുഃഖങ്ങളെ നീ കളയുന്നതല്ലേ ആ പുഞ്ചിരി. നിന്റെ ആ പുഞ്ചിരി ഒന്ന് കണ്ടാൽ മാത്രം മതി. ആ എന്താണ്, തൃച്ചുണ്ടുകൾ ഒന്ന് വിടർത്തുമ്പോഴേക്കും ഈ പ്രപഞ്ചത്തിന്റെ സകല ദുഃഖങ്ങളും അവിടെ നിന്ന് ഇല്ലാണ്ടാകുന്നുണ്ടെങ്കിൽ കണ്ണ അതൊന്ന് കാണുക അവിടെ തന്നെ ഒതുക്കില്ലേ എന്ന് ഒരു ഗോപി പറഞ്ഞപ്പോഴാണിതാ പിന്നെ അടുത്ത ഗോപി പറയുന്നു, പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഭണിഭണാർപ്പിതം തേ പദാംബുജം കൃണുകുചേഷു നക്രന്ധി ഹൃച്ഛയം. പ്രണതദേഹിനാം പാപകർശനം, ആരാണോ നിന്റെ പാദങ്ങളില് നിന്നെ നോക്കിക്കൊണ്ട് ഒന്ന് കൈവണങ്ങുന്നത് അല്ലെ, തന്നെ വണങ്ങുന്ന ആ ശരീരികളുടെ ഒക്കെ എല്ലാവരുടെയും ആ ദേഹികളുടെ ഒക്കെ പാപകർശനം അല്ലെ, ആ പാപത്തെ മുഴുവൻ ക്ഷയിപ്പിക്കുന്നു നീ. പിന്നെയോ തൃണചരാനുഗം അല്ലെ, ഈ പുല്ലുമേഞ്ഞ് നടക്കുന്നതായിട്ടുള്ള ആ പശുക്കുട്ടികള്, അവരെ ആ പുല്ലുമേഞ്ഞ് നടക്കുന്ന പശുക്കളെ അവരുടെ പുറകെ നീ ഒരു വടിയും കൊണ്ട് ഛേ 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 എന്നും പറഞ്ഞുകൊണ്ട് നീ പുറകെ ഓടുന്നതായിട്ടുള്ള ആ ഉണ്ണിക്കണ്ണൻ അത്ര കണ്ട് അല്ലെ ഒരു ലാഘവത്തോടു കൂടി ശ്രീനികേതനം. പിന്നെയോ നിന്റെ മാർവിടത്തിൽ ആരാണ് അല്ലെ? ലക്ഷ്മി ഭഗവതി സ്ഥിരം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള നിന്റെ മാർവിടം, ആ ഹൃദയകമലത്തിൽ എന്നും പറ്റിപ്പിടിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ ശോഭയുടെ വാസസ്ഥാനമായിട്ടുള്ളതും, പിന്നെയോ ഭണിഭണാർപ്പിതം അല്ലെ, ആ ഭണിരാജാവായിട്ടുള്ള കാളിയ സർപ്പത്തിന്റെ ആ ഭണങ്ങളിൽ നിന്നുകൊണ്ട് നീ ഗംഭീരമായിട്ട് ഒരു നടനം നീ ചെയ്തു അല്ലെ. ആ നടനം ചെയ്യപ്പെട്ടതുകൊണ്ട് എന്താണ്, അങ്ങനെ ചെയ്യപ്പെട്ടതായിട്ടുള്ള നിന്റെ ആ പാദാംബുജം അല്ലെ, തേ പദാംബുജം. അപ്പം ആ കാളിയ ഭണങ്ങളിലെ ഓരോരോ അഹങ്കാരങ്ങളെയും ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നീ നൃത്തം ചവിട്ടി 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 ഭണങ്ങളിൽ നിന്നും ആ മാലിന്യങ്ങളെ മുഴുവൻ അല്ലെ പുറത്തേക്ക് എടുത്തതായിട്ടുള്ള ആ ശ്രീപാദ പത്മം കണ്ണ ഇനി നകുചേഷു കൃണു ഹൃക്ഷയം കൃന്ധി ഹൃക്ഷയം തേ പദാംബുജം കൃണുകുജേഷു ന കൃന്തി ഹൃച്ഛയം. ഞങ്ങളുടെ ഈ അടിയങ്ങളുടെ അറിവ് അല്ലെ, അടിയങ്ങളുടെ അല്ലെ അഹങ്കാരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഈ സ്ഥലങ്ങളാണ് ഇതിന് കാരണമെങ്കിൽ, ഞങ്ങളുടെ സൗന്ദര്യത്തെ ഞങ്ങൾ അഹങ്കരിക്കുന്നതായിട്ടുള്ള ഈ സ്ഥലങ്ങളാണ് ഞങ്ങളുടെ കാരണമെങ്കിൽ കണ്ണ അവിടുത്തെ
ആ തൃപ്പാദങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വെച്ച് അവിടുന്ന് അനുഗ്രഹിക്കണേ. ഈ ഹൃദയത്തിൽ വെച്ച്, ഈ സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും അവിടുന്ന് ഇല്ലാണ്ടാക്കി തരണേ എന്നവിടെ അവരിതാ പറയുകയാണ്. അപ്പം തന്നെ ശരണം പ്രാപിക്കുന്നതായിട്ടുള്ള ആരാണോ ദേഹം സ്വീകരിച്ചിട്ടുള്ള ശരീരികള്, അവരുടെ ഒക്കെ പാപത്തെ ശോഷിപ്പിക്കുന്നതും പുല്ലുമേഞ്ഞു നടക്കുന്നതായിട്ടുള്ള കന്നുകാലി വർഗത്തെയൊക്കെ അനുഗമിക്കുന്നതും കാളിയന്റെ ആ ഗർവിനെ ഇല്ലാണ്ടാക്കിയതുമായിട്ടുള്ള ഭണങ്ങളെ മർദ്ദിച്ചതുമായിട്ടുള്ള അങ്ങയുടെ ആ ഒരു ശ്രീപാദ പത്മം അല്ലെ, ആ പാദപത്മം ഞങ്ങളുടെ അഹങ്കാരത്തിന് കാരണമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങളുടെ ഉള്ളിലുള്ള ഹൃദയ മാലിന്യങ്ങളെ മുഴുവൻ അവിടെ അകറ്റി തരികയാണ് വേണ്ടത് എന്ന് അവിടെ ഗോപികമാര് പറയുന്നു. ഇവിടെ ഹൃക്ഷയം, ഹൃത്ത് പ്ലസ് ഹൃത്ത് ച അയം എന്നാണ് ശരിക്ക്. അപ്പം ഹൃക്ഷയൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? ഹൃദയത്തില് ശയിക്കുന്നവൻ എന്നാണ് അവിടെ. ഹൃദയത്തിൽ ശയിക്കുന്നവൻ എന്ന് പറയും ആ ഹൃക്ഷയം എന്നുള്ള ഒരു വാക്കിന് ശരിക്ക്. അപ്പം യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും ഇപ്പം നിലനിൽക്കൊള്ളുന്നത് ഇവരുടെ ഉള്ളിൽ എന്താണ്? ആരാണ് ശരിക്ക്? കാമദേവനാണ് ഇവരുടെ. അതുകൊണ്ടാണല്ലോ ഇവരുടെ ഉള്ളിൽ മുഴുവൻ കാമദേവൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് അല്ലെ ആ കാമം എന്നുള്ള ആ ഒരു രാഗത്തിലൂടെ ഭഗവാനെ സമീപിക്കേണ്ടി വന്നത്. അപ്പം ആ അർത്ഥം അതേ രീതിയിൽ നമുക്ക് സ്വീകരിച്ചു കഴിഞ്ഞാല് സ്ഥലങ്ങളില് പാദസ്പർശം ചെയ്ത് ആ വികാരത്തെ ശമിപ്പിക്കണമേ എന്ന് അവിടുന്ന് ഉള്ള ഒരു പ്രാർത്ഥനയായിട്ട് വരും. അപ്പം തൃപ്പാദങ്ങളുടെ മഹത്വം കുറഞ്ഞു പോകും അല്ലെ. യോഗീശ്വരന്മാർ പോലും ഋഷീശ്വരന്മാർ പോലും അല്ലെ എന്നും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു പാദപത്മം. അപ്പൊ അത് വെറുതെ ഒരു കാമവികാരത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അതിന്റെ വിശേഷണങ്ങൾക്ക് കുറച്ച് കേവലം ഒരു കാമവികാരത്തെ ശമിപ്പിക്കാൻ ആണ് തന്റെ പാദപത്മം എന്ന് പറഞ്ഞ ഒരു ഗ്രാമ്യമായിട്ട് മാറും അവിടെ അല്ലെ. അതിവിടെ ഒരിക്കലും അനുയോജ്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. പിന്നെയോ ഹൃക്ഷയം എന്നതിന്റെ വാച്യാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ആ ശരിക്കുള്ള വാച്യാർത്ഥത്തെ അവിടുന്ന് സ്വീകരിക്കുക. അതായത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അഹങ്കാരമാണ് ശരിക്കും അല്ലെ. തൻ്റെ ഉള്ളിലുള്ള ആ അഹങ്കാരം ഞങ്ങളുടെ സ്ഥലം ആണ് സൗന്ദര്യവർദ്ധനവിന് കാരണമാണെന്ന് സ്ത്രീകൾ അഭിമാനിക്കുന്നുണ്ട് എങ്കിൽ എന്നുള്ളതല്ല, അതൊരു അഭിമാനമായിട്ട് തന്നെ ആണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോപികമാര് പറയാണ്, ഹേ കണ്ണ, അങ്ങനെയുള്ള ആ അഹങ്കാരത്തിന് അവലംബമായിട്ടുള്ള ഞങ്ങളുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നതായിട്ടുള്ള ഈ മാലിന്യത്തെ അവിടുന്ന് ചവിട്ടി 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 ഇല്ലാണ്ടാക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്? നിന്റെ സ്ഥാനം എവിടെയാണ്? നിന്റെ സ്ഥാനം ഞങ്ങളുടെ ഹൃദയത്തിലാണ് അല്ലേ. ഞങ്ങളുടെ ഈ ഹൃദയത്തിലാണ് ഞങ്ങളുടെ സ്ഥാനമെങ്കിൽ ഈ നിന്റെ പാദങ്ങള്, തൃപ്പാദങ്ങള് ഞങ്ങളുടെ മാർവിടത്തിൽ വന്ന് ചവിട്ടണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ശരിക്ക്? ഞങ്ങളുടെ മാർവിടത്തില് മനസ്സാകുന്ന ശ്രീകോവിലില് ഹൃദയകമലമാകുന്ന പീഠത്തിലേക്ക് അവിടുത്തെ ആ തൃപ്പാദങ്ങളെ കൊണ്ട് വെക്കൂ കണ്ണ. അങ്ങനെ കാളിയനെ തന്റെ ഭണങ്ങള് അല്ലെ, താൻ ആ ഉഗ്രനാണെന്നുള്ളതിന്റെ പ്രതീകങ്ങളോടുകൂടി അവയെ മർദ്ദിച്ച് ആ കാളിയന്റെ ഉള്ളിലുള്ള എല്ലാ അഹങ്കാരത്തെയും അങ്ങ് ആ തൃപ്പാദങ്ങളെ കൊണ്ട് അവിടുന്ന് ഇല്ലാണ്ടാക്കി, കാളിയനെ ശുദ്ധനാക്കി മാറ്റി അവിടെ. അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു അല്ലേ, എന്തെങ്കിലുമൊക്കെ അഹങ്കാരം ഉണ്ടെങ്കിൽ അത് നശിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അഹങ്കാരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയം മുഴുവൻ തിങ്ങി 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 നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ, അവിടുത്തെ ആ തൃപ്പാദങ്ങൾ ഒന്നുകൊണ്ടുവന്ന് ഞങ്ങളുടെ ആ മാർവിടത്തിൽ വെച്ച് അത് ഇല്ലാണ്ടാക്കി തരികയാണ് വേണ്ടത്. അങ്ങനെ ഈ സ്ഥലങ്ങൾ അതേ ശ്രീപാദം കൊണ്ട് കാളിയന്റെ ഭണങ്ങളിൽ ചവിട്ടി കാളിയന്റെ അഹങ്കാരങ്ങളെ ഇല്ലാണ്ടാക്കിയതായിട്ടുള്ള ആ ശ്രീപാദം കൊണ്ട് ഞങ്ങളുടെ മർദ്ദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെയും ആ അഹങ്കാരങ്ങള് ഇവിടെ കൊണ്ട് അസ്തമിക്കുന്നു കണ്ണ. അതുകൊണ്ട് ആ കരങ്ങൾ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കാനാണ് അല്ലെ ഇതിനു മുമ്പിലത്തെ ശ്ലോകത്തില്, 5-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ കാളിയന്റെ ഭണങ്ങളില് നൃത്തം വെച്ച് ആ ഘോരസർപ്പത്തിന്റെ ഗർവിനെ ശമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ കണ്ണ, അവിടുത്തെ തൃപ്പാദങ്ങൾ ഞങ്ങളുടെ മാർവിടത്തിൽ ചവിട്ടിക്കോളൂ അല്ലെ. ഭൃഗുപാദം ഭഗവാന്റെ പാദങ്ങൾ മാർവിടത്തിൽ ചവിട്ടിയതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു പാദത്തിന്റെ ഒരു അടയാളം ഞങ്ങളുടെ മാർവിടത്തിന് എന്നും അലങ്കാരമായിട്ടിരിക്കട്ടെ. ഞങ്ങൾക്ക് ഇതല്ല അലങ്കാരം,
കാരണം ഞങ്ങളുടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കാണുന്നതായിട്ടുള്ള സ്ഥലങ്ങളല്ല, പിന്നെ എന്താണ് അവിടുത്തെ ആ തൃപ്പാദങ്ങളുടെ അടയാളമാണ് ഞങ്ങളുടെ മറുവിടത്തിൽ എന്നും ശോഭിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടെങ്കിലും കൃണുകുചേഷു നക്രന്തി ഹൃച്ഛയം. അപ്പം അവിടുന്ന് ആ പാദ മർദ്ദനത്താൽ ഞങ്ങളുടെയും അഹങ്കാരത്തെ അവിടുന്ന് ശമിപ്പിക്കണമേ എന്ന് ഉള്ള ഒരു അഭ്യർത്ഥനയാണ് അവിടെ. അപ്പൊ മാനസികമായിട്ടുള്ള ഒരു വികാരമാണല്ലോ യഥാർത്ഥത്തിൽ അഹങ്കാരം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഞങ്ങളുടെ ഈ ഉള്ളിലുള്ള അതിനെ ശമിപ്പിക്കുവാൻ വേണ്ടി എന്തായേ പറ്റുള്ളൂ, എന്തേ സാധിക്കുള്ളൂ? അതിന് വേറെ ഒരു മരുന്നും ഇല്ല എന്നുള്ളതാണ്. അതിനെന്താ വരുന്നത്? ആധ്യാത്മികം മാത്രമേ അതിന് വരുന്നുള്ളൂ. അതാണ് അവരവിടെ നമുക്കിത് ഭൗതികമായിട്ട് എടുക്കാനേ സാധിക്കുന്നില്ല. നമുക്ക് എന്താണ് ഗോപികമാരുടെ അത്രയും നമുക്ക് അല്ലെ ബുദ്ധിതലത്തിലൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളുടെ ബുദ്ധി വെച്ച് നമ്മൾ കാണുന്നു, അല്ലെ? നമ്മളുടെ ബുദ്ധി വെച്ച് കാണുമ്പോ എന്തായി? അത് ആധ്യാത്മികമായിട്ടുള്ള തലങ്ങളിലൂടെ മാത്രമേ അതിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഉപനിഷത് സുന്ദരി മണ്ഡലിഷ്ട, അല്ലെ? വേദാന്തങ്ങള്, ഋഷീശ്വരന്മാര്, ദേവന്മാര്, ഉപനിഷത്തുക്കള്, ഇവരൊക്കെയല്ലേ ഗോപികമാരായിട്ട് വന്നിരിക്കുന്നത്. അവർക്ക് എവിടെയാണ് ലൗകികം ഇരിക്കുക? അപ്പൊ ആധ്യാത്മികമായിട്ട് മാത്രമേ നമുക്ക് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം കാമദേവൻ എന്ന അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അവിടെ കാമം എന്ന ഭൗതികമായിട്ടുള്ള ആസക്തിക്ക് തന്നെ അല്ല അതിന് ഉതകുന്നതാണെന്നേ നമുക്ക് ആക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? കാമാസക്തി എന്ന് പറയുമ്പോഴേക്കും ഭൗതികമായിട്ട് എടുത്തു കഴിഞ്ഞാല് ആ വീക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇത്? ആധിഭൗതികമാകും അത്. നമുക്ക് ആധിഭൗതികമല്ല, ആധ്യാത്മികമാണ് ഗോപികമാര് അവിടെ പറയുന്നത് എന്ന് പറയാണ്. അപ്പം അതിനിവിടെ ഒരിക്കലും ആധിഭൗതികമായിട്ടുള്ളതിന് രീതിയിൽ അതിന് സ്ഥാനമില്ല. അപ്പം ആ സ്ഥലങ്ങളില് ശ്രീപാദം അർപ്പിക്കണം എന്നുള്ള ഈ ഗോപികാഗീതത്തില് ഇനി നമുക്ക് മുമ്പോട്ട് പോകുമ്പം 2-3 ശ്ലോകങ്ങളിലും കൂടെ ഇനി വരുന്നുണ്ട്. ഒരു ഏകദേശം 13-ാമത്തെ ശ്ലോകവും 19-ാമത്തെ ശ്ലോകത്തിലും കൂടെ നമുക്ക് കാണാൻ സാധിക്കും സ്ഥലങ്ങളിലേക്ക് പാദം, ഭഗവാന്റെ ആ പാദങ്ങൾ സ്പർശിക്കണം എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീനികേതനം, അല്ലെ? ശ്രീനികേതനം എന്നുള്ളത് അവിടെയൊക്കെ എന്താണ് യഥാർത്ഥത്തില്? ആ ശ്രീപാദം തങ്ങളുടെ തുച്ഛവും ലൗകികവുമായിട്ടുള്ള കാമവികാരത്തെ ശമിപ്പിക്കുവാൻ ഉപകരിക്കണം എന്നുള്ള അപേക്ഷ അത് എന്താണ് ഒരിക്കലും ആയിരിക്കില്ല. കാരണം എന്താണ്? അത് ശരിക്കും പ്രവൃത്തിപരമാണ്. ശരിക്കും ഗോപികമാർ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നിവർത്തിപരമായിട്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ തങ്ങളുടെ ഹൃദയങ്ങളില് സ്ഥാനമുറപ്പിച്ചതായിട്ടുള്ള ആ കാമദേവനെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് അഹങ്കാരം ശമിപ്പിക്കണമെന്ന് ഒക്കെ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥമായിട്ട് സ്വീകരിക്കാം. നമ്മളുടെ ഉള്ളിലുള്ള, അല്ലെ? ഇന്ന് കണ്ണന്റെ ഒരു അഭാവം ഞങ്ങൾക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണ്? അല്ലെ? ആ കാമദേവൻ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കാമദേവനല്ല വേണ്ടത്. അങ്ങനെയാണെങ്കിൽ കണ്ണനാണ് ഞങ്ങൾക്ക് വേണ്ടതെങ്കിൽ കാമദേവൻ പോകണമെങ്കിൽ ആ കാമദേവനെ വിട്ട് അഹങ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട് കണ്ണ അവിടുത്തെ ആ പാദങ്ങള് ഞങ്ങളുടെ ഹൃദയകമലത്തിൽ ഒന്ന് സ്ഥാനം പിടിക്കൂ. ഞങ്ങൾ അതിനു വേണ്ടി മെത്ത വിരിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഹൃദയത്തില്. അതുകൊണ്ട് അവിടെ വന്ന് ആ പാദങ്ങള് ഒന്ന് എന്താണ് മിനുമിനുത്തതായിട്ടുള്ള ആ കണ്ണനെ ഇരുത്തുവാൻ യോഗ്യതയായിട്ടുള്ള രീതിയിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഹൃദയകമലങ്ങളിലേക്ക് അവിടുത്തെ പാദങ്ങൾ കൊണ്ടു തന്നാലും ഏതായാലും ഇവിടെ ആ നിവൃത്തിപരമായിട്ടുള്ള അർത്ഥത്തെയാണ് നമുക്ക് ഈ ഉപനിഷത്തുക്കളായിട്ടുള്ള വേദങ്ങളായിട്ടുള്ള വേദാന്തങ്ങളായിട്ടുള്ള ഗോപികമാര് അവിടെ ഭഗവാനോട് ആശ്രയിക്കുന്നത്. അങ്ങനെയുള്ള കണ്ണ അവിടുത്തെ പാദം ഞങ്ങളുടെ ഹൃദയകമലത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കില്ലേ എന്നുള്ള ചോദ്യമാണ് നമുക്കത് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രണതദേഹീനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഭണിഭണാർപ്പിതം തേ പദാംബുജം കൃണുകുചേഷു നഃ ക്രന്ധിഹൃച്ഛയം. ആ 3 പാദങ്ങളും വേറെ ഒരു ഇതിലാണ് എങ്കിൽ 4-ാമത്തെ പാദത്തിലാണ് യഥാർത്ഥത്തിൽ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഭക്തി നമുക്ക് കാണാൻ സാധിക്കുക. കൃണുകുചേഷു ന കൃന്ധി ഹൃച്ഛയം. ഈ ഹൃദയകമലത്തിലുള്ള മാലിന്യങ്ങളെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടി അവിടുത്തെ ആ തൃപ്പാദങ്ങള് ഒന്ന് ഞങ്ങളെ, അല്ലെ? അപ്പം ആദ്യം പറഞ്ഞു കൈകൊണ്ട് അനുഗ്രഹിച്ചാൽ മതി പറഞ്ഞു. വേണ്ട, ഞങ്ങൾക്ക് ആ തൂമന്ദഹാസം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഇനി ആ മന്ദഹാസം കാണണമെങ്കിൽ യോഗ്യത വേണ്ടേ?
ഭഗവാന്റെ പുഞ്ചിരി പുഞ്ചിരിയായിട്ടും അല്ലെ, ആ പുഞ്ചിരി കാണണമെങ്കിൽ എന്ത് വേണം? ഹൃദയം ശുദ്ധമാവണം അല്ലെ. ഈ ഹൃദയം ശുദ്ധമാകാത്തത് കൊണ്ടാണോ കണ്ണ ഞങ്ങൾക്ക് ഇനി അവിടുത്തെ ആ പുഞ്ചിരി കാണാൻ സാധിക്കാത്തത്? കണ്ണൻ എല്ലായിടത്തും പുഞ്ചിരി, എല്ലായിടങ്ങളിലും കണ്ണൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ എല്ലാ കണ്ണനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് ഞങ്ങളുടെ ഉള്ളിലെ ഹൃദയത്തിലെ മാലിന്യങ്ങളല്ലേ കണ്ണ? അങ്ങനെയാണെങ്കിൽ ഈ മാലിന്യങ്ങളെ കളയാൻ അവിടുത്തെ തൃപ്പാദങ്ങൾക്ക് സാധിക്കുകയുള്ളൂ കണ്ണ. ആ തൃപ്പാദങ്ങള് ഞങ്ങളുടെ മാർവിടത്തില് ഒന്ന് വെക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന. നമുക്ക് ഇന്നത്തെ ആ പാരായണത്തിലേക്ക് കിടക്കാം. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം അത് അനുസ്മരിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.